തിരുവമ്പാടി ദേവസ്വം പ്രതിനിധി മാധ്യമങ്ങളെ കാണുന്നു. അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത്. അത് പോലീസ് ഈ കഴിഞ്ഞ 2024 എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ തെറ്റായ ഒരു പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൽ എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തൃശ്ശൂർ പൂരം ഞങ്ങൾ ഭംഗിയായി നടക്കും. 2025 തൃശ്ശൂർ പൂരം വളരെ വ്യക്തമായി നടന്നു. ഈ ഉദ്യോഗസ്ഥരും എല്ലാവരും അതിനൊപ്പം ഉണ്ടായിരുന്നു. അന്നെല്ലാം വളരെ ഭംഗിയായി നടന്നു. 2022 23 കാര്യങ്ങൾ ഭംഗിയായി നടന്നു. 23 ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് 24 ആവർത്തിക്കരുത് എന്ന് പറഞ്ഞത്. അത് നടപ്പായില്ല. അത് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം തിരുവമ്പാടി ദേവസ്വത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തണമെന്ന്. ഞങ്ങൾ ഈ റിപ്പോർട്ടിനെ കുറിച്ചോ ഇതിനൊന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിത് ഇതിലൊന്നും പ്രതികരിക്കുന്നില്ല. പിന്നീട് ഞങ്ങളെ ദേവസ്വം കമ്മിറ്റിയും അതേപോലെ ദേവസ്വം ജനറൽ ബോഡിയും വിളിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അതിനെ പ്രതികരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന്. ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ പഠിക്കട്ടെ. ഞങ്ങൾ പഠിച്ച് ഞങ്ങളെല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ പ്രതികരിക്കാം. ഇതിൽ ഞാൻ ഒരു വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.